എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ ക്ലിപ്പ് വെക്കാം. അത് കണ്ടതിന് ശേഷം നമുക്ക് അതേക്കുറിച്ച് കൂടുതൽ പറയാം. പുതുവർഷം കാണാൻ കവിളേറുന്ന നാളത്തെ നേരം കേൾക്കാനും നമ്മ നേരം സിരും സിരും പാനത്ത് ഒരു കിടന്ന ചോട്ടാ മുംബൈ നാളെ റിലീസാണല്ലോ എല്ലാരും തന്നെ ലാലട്ടന്റെ പടം ചോട്ടായി മുംബൈ തിയേറ്ററിൽ നാളെ ജൂൺ 6 പുതുവർഷം കാണാൻ കവിളേറുന്ന നാളത്തെ നേരം കേൾക്കാനും നമ്മ നേരം അപ്പോൾ നമ്മളിവിടെ കണ്ടത് അലൻ ജോസ് പെരേരയാണ്. അലൻ ജോസ് പെരേര. അപ്പോൾ ആളുകളൊക്കെ ഭയങ്കര സ്നേഹത്തോടു കൂടി പുള്ളിക്കാരൻ്റെ പെരേര എന്നൊക്കെ വിളിക്കും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആളാണ് അലൻ, അതുപോലെ ആറാട്ടണ്ണൻ എന്നിവരെയൊക്കെ. ശരിക്കും പറയുകയാണെങ്കിൽ അലൻ ജോസ് പെരേരയുടെ ആ ഒരു ഡാൻസ് കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ എനിക്ക് പറയാൻ തോന്നുന്നു, സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇവന്മാരെയൊക്കെ സെലിബ്രിറ്റി ആക്കി വെച്ചിരിക്കുന്നത് ആരാണെന്ന് ഓർത്തിട്ട് പുച്ഛം തോന്നുക കേട്ടോ. എന്തൊരു സെലിബ്രിറ്റിയാണ് ഇവനൊക്കെ. സെലിബ്രിറ്റി അല്ല, സെലിബ്രിറ്റി എന്ന് പോലും പറയാൻ കൊള്ളില്ല, അമ്മാതിരിയാണ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ കുറേ ആളുകളുണ്ട്, കുറേയേറെ ആളുകളുണ്ട്. ഈ പറയുന്ന ആറാട്ടണ്ണൻ, അതുപോലെ തന്നെ ഈ അലൻ ജോസ് പെരേര, ഇവരെയൊക്കെ എന്തോ സംഭവമായിട്ട് ഇങ്ങനെ പൊക്കിയെടുത്തോണ്ട് നടക്കുകയാണ്. കാണുമ്പോഴുണ്ടല്ലോ ശരിക്കും പുച്ഛം തോന്നുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ എന്ത് ക്വാളിറ്റിയാണ് ഇയാൾക്കുള്ളത്? ഇയാൾക്ക് എന്താണ്, എവിടെയെങ്കിലും ഒരു പടം റിലീസാവുകയാണെങ്കിൽ അവിടേക്ക് ഓടിച്ചെന്നിട്ട് ഇതുപോലെ കുറേ കോപ്രായങ്ങൾ കാണിക്കും. ഈ പറയുന്ന അലൻ ജോസ് പെരേരയാണെങ്കിലും ഈ പറയുന്ന ആറാട്ടണ്ണനാണെങ്കിലും ഈ കുറേ കോപ്രായങ്ങൾ കാണിക്കാനും കുറേ റിവ്യൂ പറയും. ഇതല്ലാണ്ട് ഇതിനെയൊക്കെ കൊണ്ട് എന്തിന് കൊള്ളാം? സത്യം പറയുകയാണെങ്കിൽ, ശരിക്കും പറയുകയാണെങ്കിൽ ആ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന മനുഷ്യനായാലും, അതുപോലെ തന്നെ ഈ പ്രതീഷ് എന്ന് പറയുന്ന ആ ഒരു പയ്യനാണെങ്കിൽ പോലും വളരെ മനോഹരമായിട്ടാണ് അവർ വീഡിയോസൊക്കെ ചെയ്യുന്നത്. റീൽസ് ആണെങ്കിലും ഒക്കെ അവർ വളരെ നന്നായിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഈ പറയുന്ന അവർക്കുള്ള ക്വാളിറ്റി പോലും ഇല്ലാത്ത ആളാണ് ഈ പറയുന്ന അലൻ ജോസ് പെരേര. ഇപ്പോൾ പെരേരയുടെ ഫാൻസൊക്കെ വന്നിട്ട് നമ്മളെ പൊങ്കാല ഇടാനൊക്കെ വന്നെന്നിരിക്കും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെയാണെങ്കിലും തുറന്ന് പറയുക തന്നെ ചെയ്യും. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ശരിക്കും ഇതിനേക്കാളും ഒക്കെ എത്രയോ മനോഹരമായിട്ട് സാധാരണപ്പെട്ട ചെറിയ പിള്ളേർ, പീക്രി പിള്ളേർ പോലും എത്ര മനോഹരമായിട്ട് കാണിക്കും. എന്തുവാടേ ഇത്? ആ ലാലേട്ടൻ ഫാൻസിൻ്റെ ഒരു പാട്ടും എടുത്തിട്ടിട്ട് കാണിക്കുന്ന കോമാളിത്തരങ്ങൾ. ശരിക്കും പറയുകയാണെങ്കിൽ അയാൾക്കുള്ള ബാക്കിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രതീഷ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ആ രേണു സുധിയുടെ കൂടെ റീൽസൊക്കെ ചെയ്യുന്ന ആ ഒരു പയ്യനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇപ്പോൾ പിന്നിൽ നിൽക്കുന്നത്. ആ ഒരു പെൺകുട്ടിക്ക് പോലും അത് കണ്ടിട്ട് എന്താണ് ശരിക്കും കളിയാക്കി ചിരിക്കുകയാണ് ആ ഒരു കുട്ടി പോലും അത് കണ്ടിട്ട്. ശരിക്കും പറയുകയാണെങ്കിൽ മറ്റാരാണെന്ന് അറിയില്ല, ആ കുട്ടിയുടെ തൊട്ടപ്പുറത്തായിട്ട് നിൽപ്പുണ്ട്. അവരെടുത്ത് ഇത് കാണിച്ചിട്ട് ആ കുട്ടി ചിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അമ്മാതിരി എന്ത് കിഴങ്ങനാണ് ഇയാളെന്നാണ് ഞാനും ഓർക്കുന്നത്. ശരിക്കും അലൻ ജോസ് പെരേരയുടെ ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ തല കൊണ്ടുപോകാനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നവുമില്ല, നമ്മൾ പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും. ശരിക്കും എന്തുവാ അത്? ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഞാൻ കുറേ ചിരിച്ചു കേട്ടോ ഇത് കണ്ടപ്പോഴത്തേക്ക്. ഇവനെയൊക്കെ, ഇതുപോലുള്ള കിഴങ്ങന്മാരെയൊക്കെ സെലിബ്രിറ്റി ആക്കി വെച്ചിരിക്കുന്ന ആളുകളെ വേണം ആദ്യം ഓടിച്ചിട്ട് തല്ലാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ എന്താണ്, ഇവനൊക്കെയാണോ ഒരു സെലിബ്രിറ്റി? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾ ഈ പറയുന്ന അലൻ ജോസ് പെരേരയുടെയൊക്കെ ഫാൻസ് ആണോ? ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങൾ ഞാൻ തുറന്ന് പറയുക തന്നെ ചെയ്യും. അപ്പോൾ പിന്നെ അത് കേട്ടിട്ടാരും എൻ്റെ അടുത്ത് ഞാൻ പറയാൻ വന്നാലൊന്നും നമുക്ക് ഒരു പ്രശ്നവുമില്ല. മുമ്പൊരിക്കലും ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ. രേണു സുധിയുടെ കൂടെ ഒരു ലിപ് ലോക്ക് സീനിൽ അഭിനയിക്കാനെന്ന് പറഞ്ഞിട്ട് പെരേരയെ വെച്ചിട്ട് ഇവർ പ്രാങ്ക് കളിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാനിപ്പോൾ ഇവിടെ വെക്കുന്നില്ല, കാരണം ഒരുപാട് പേരത് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മളായിട്ട് അതിനെ എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ ഒരു സമയത്ത് രേണു സുധിയും ബാക്കിയുള്ളവരൊക്കെ എന്തുവാടെ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയ പ്രഹസനമെന്ന് വെച്ചാൽ അവർ പ്രാങ്കായിരുന്നു ചെയ്തിരുന്നത്. ലാസ്റ്റ് അലനോട് തന്നെ
അവിടെയുള്ള ആളുകൾ ചോദിക്കുകയാണ് അലന് താല്പര്യമാണെന്ന്. അപ്പോൾ എല്ലാം ഒരുമാതിരി എന്താണ് പറയുന്നത്, പുള്ളിക്കാരൻ ആകെ ബഫൂണായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പുള്ളിക്കാരൻ പറയുകയാണ്, അവർക്ക് കുഴപ്പമില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ അലനാണെങ്കിൽ ശരിക്കും ഒരു ബ്ലിങ്ങി മട്ടിൽ നിൽക്കുകയാണ്. രേണു ആണെങ്കിലുണ്ടല്ലോ ആ സമയത്ത് അവിടെ കിടന്നങ്ങ് കസറുകയായിരുന്നു. ശരിക്കും ആ ഒരു പ്രശ്നം അവിടെ കൊഴുപ്പിച്ചത് രേണു തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും ഈ പറയുന്ന അലൻ ജോസ് പെരേര എന്തുവാടെ ഈ പറയുന്ന മനുഷ്യനെയൊക്കെ സെലിബ്രിറ്റിയാക്കി വെച്ച് കഴിഞ്ഞാൽ ശരിക്കുള്ള സെലിബ്രിറ്റി എന്തെന്ന് പറയും? നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല ചുറുക്ക് പയറ് മണികണക്കുള്ള പെൺപിള്ളേരും ആൺപിള്ളേരും ഉണ്ട്, റീൽസൊക്കെ ചെയ്യുന്നതും അതുപോലെ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. ശരിക്കും അവരെയൊക്കെയാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. ഇത് ചുമ്മാ ഈ ഓഞ്ഞ ഇവന്മാരെയൊക്കെ വെറുതെ എടുത്തിട്ട് സെലിബ്രിറ്റി എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നവരെ ആദ്യം ഓടിച്ചിട്ട് തല്ലണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ പറയുന്ന അലൻ ജോസ് പെരേരയുടെ ആ ഒരു പെർഫോമൻസിൻ്റെ താഴെയായിട്ട് വന്ന കമൻറ്റുകളെന്ന് പറഞ്ഞാൽ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അമ്മാതിരി കമൻറ്റുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കമൻറ്റുകളൊന്ന് വായിക്കാം. ഒരു കാലിൽ എന്താ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരാൾ പറഞ്ഞിരിക്കുന്നത് ഇത് ഓഫാക്കുന്ന സ്വിച്ച് എവിടെയാണെന്ന് ചോദിച്ചിരിക്കുന്നു. പിന്നെ ഒരാൾ ചോദിച്ചിരിക്കുന്നു ഒരു കാൽ അനങ്ങുന്നില്ല പക്ഷെ വയർ അനങ്ങുന്നുണ്ട്. ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈശോ പാട്ടിട്ട് ഡിസ്കോ ഡാൻസ് കളിക്കുന്ന ഒരാളെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന്. ഗുഡ് നൈസ് കീപ് ഇറ്റ് ഒരാൾ മാത്രം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരാൾ ബേബി ഗേൾ ഓർ ബേബി ബോയ് എന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ ലോകാവസാനം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊരാൾ പറയുന്നുണ്ട്. മെഡിസിൻ കഴിക്കാൻ മറന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ക്രിമിശല്യം നന്നായിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ഇതുപോലെയാണ് കേട്ടോ. കുരിശുപുറം പള്ളിയിലേക്ക് ഒരു പാട്ടുകാരനെ വേണം എന്ന് പറയുന്നുണ്ട്. പുള്ളിക്കാരൻ ഹല്ലേലൂയ എന്നുള്ളൊരു പാട്ട് പറഞ്ഞിട്ട് ഡിസ്കോ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അംബാനെ അത് ഓഫ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. അന്ന് വേണ്ട, ഇതിനകത്ത് ഒരുപാട് കമൻറ്റുകളുണ്ട്. ഒറ്റക്കാലിലാടുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരുപാട് കമൻറ്റുകൾ. അപ്പോൾ ഈ കമൻറ്റ് വായിക്കാൻ നിന്നാൽ അതിനേ ഉള്ളൂ നേരം. എന്തായാലും നമ്മുടെ സെലിബ്രിറ്റിയുടെ അങ്ങനെ പറയുന്നുള്ളൂ. സെലിബ്രിറ്റി എന്നൊക്കെ പറയണമെങ്കിൽ വട്ട് വേണം ഇവനെയൊക്കെ സെലിബ്രിറ്റി എന്ന് പറയണമെങ്കിൽ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫേവറേറ്റ് സെലിബ്രിറ്റിയുടെ ഒരു ഡാൻസ് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് ഇത് കണ്ടിട്ട് നിങ്ങൾ പറയൂ ഇവനെയൊക്കെ എന്തിനാണ് ഇവനെയൊക്കെ എടുത്ത് സെലിബ്രിറ്റിയാക്കി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ പെരേരയുടെ ഡാൻസുകളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ഇവനെയൊക്കെ എടുത്ത് തലയിൽ വെച്ചിരിക്കുന്ന ആളുകളെ എന്താ പറയുക. ഇത് ഒരെണ്ണമല്ല കേട്ടോ, ഇതുപോലെ തന്നെയാണ് പുള്ളിക്കാരൻ്റെ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമ്മൾ കണ്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ഡാൻസുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് ഇനി അത് കാണിക്കുന്നില്ല, കാണിച്ച് നിങ്ങളെ കൂടി വട്ടാക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ, നിങ്ങളൊരു പെരേര ഫാൻസ് ആണെങ്കിൽ മിക്കവാറും നിങ്ങൾ എന്നെ കൊല്ലും. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും പെരേരയുടെ ഫാൻസ് ആണോ? നിങ്ങൾക്ക് എന്തായാലും ഈ പുള്ളിക്കാരനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? ഇദ്ദേഹത്തെക്കുറിച്ചിട്ടും നമ്മുടെ ആറാട്ട് അണ്ണനെ കുറിച്ചിട്ടും എന്താണ് അഭിപ്രായം? നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതലായിട്ടൊന്നും പറയാനില്ല. എന്തായാലും 2 വാഴകൾ, അത്രേ എനിക്ക് ഇവരെ പറ്റി പറയാനുള്ളൂ.
അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓണാക്കി വെക്കാനായിട്ട് പറയുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.